ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്നു. മാസിഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ നിർവഹിക്കും. വയനാട്ടിൽ വീണ്ടും ഷിഗല്ല സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. കർക്കടക മാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്നടയ്ക്കും. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയയിലെത്തി. മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന സിയൽനോവ്സ്ക ദവ്കോയുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മാസിഡോണിയൻ പ്രധാനമന്ത്രി, അസംബ്ലി സ്പീക്കർ എന്നിവരെയും സന്ദർശിക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിഷേധം തുടർന്നതോടെ സഭ നിർത്തിവെക്കുകയായിരുന്നു. നീറ്റ് വിഷയത്തിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധം രാജ്യസഭ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. തുടർന്ന് പ്രതിപക്ഷ ഭരണപക്ഷ ബഹളത്തെ തുടർന്ന് ഉപരിസഭയും നിർത്തിവച്ചു. NDA പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ചേർന്നു. പരീക്ഷകളിൽ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് ഏകോപിത ശ്രമങ്ങൾ നടത്തണമെന്ന് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു മാധ്യമങ്ങളോട് പറഞ്ഞു. യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് MV ഗോൾഡൻ ലിയോ എന്ന കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ ഒരു മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ നാവികൻ അഖിൽ ജോയനാണ് മരിച്ചത്. വയനാട്ടിൽ വീണ്ടും ഷിഗല്ല സ്ഥിരീകരിച്ചു. വയനാട് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗലക്ഷണങ്ങളുള്ള 4 വിദ്യാർത്ഥികൾ ചികിത്സ തേടി. മന്ത്രി ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ലോക ജന്തുജന്യ രോഗ ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസ്, ദേശീയ ആരോഗ്യ ദൌത്യം, പെരുവണ്ണാമൂഴി കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജന്തുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിൽ വിവിധ വകുപ്പുകളുടെ പങ്കിനെക്കുറിച്ച് ചർച്ചയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. ജന്തുജന്യ രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും വിഷയത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ RS രജസി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മനുഷ്യനും മൃഗങ്ങളും പരസ്പരം ഇടപഴകുമ്പോൾ ജീവികളിൽ നിന്ന് വൈറസ്, ബാക്ടീരിയ, പരാതങ്ങൾ തുടങ്ങിയവ മനുഷ്യരിലേക്ക് എത്തുകയും രോഗകാരണമാവുകയും ചെയ്യുന്നു. മൃഗങ്ങളുമായി നേരിട്ടും അല്ലാതെയുമുള്ള സമ്പർക്കം, അവയുടെ ശരീരസ്രവങ്ങളുമായുള്ള സമ്പർക്കം, മൃഗങ്ങളുടെ വാസസ്ഥലം, തൊഴുത്ത്, ഫാമുകൾ എന്നിവിടങ്ങളിലെ ഇടപെടലുകൾ, വളർത്തുമൃഗങ്ങളുടെ പരിപാലനം തുടങ്ങിയവയിൽ മുൻകരുതലുകൾ സ്വീകരിച്ചാൽ രോഗം തടയാനാകും. വനമേഖലയിൽ പോകുമ്പോൾ ആവശ്യമായ വ്യക്തിഗത സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തവർ പറഞ്ഞു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19 സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കും. 2026 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് sec.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം നാളെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസിഡർമാരായും സൈബർ വാരിയേഴ്സായും പ്രഖ്യാപിക്കും. SPC പദ്ധതിയുടെ സമഗ്ര വിവരങ്ങളടങ്ങിയ വെബ് പോർട്ടൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ പ്രകാശനം ചെയ്യും. ശബരിമല തീർത്ഥാടനകാല മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായുള്ള യോഗം പമ്പയിൽ ആരംഭിച്ചു. മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. അതേസമയം കർക്കടക മാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്നടയ്ക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S ശ്രീധർ. ഇന്നുച്ചയോടെ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ സഹസ്രകലശാഭിഷേകം സന്നിധാനത്ത് നടക്കും. ഇതര സംസ്ഥാനക്കാരായ ഭക്തരുടെ അടക്കം വലിയ തിരക്കാണ് കർക്കടക മാസ പൂജയ്ക്കായി സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. നിറപുത്തിരി പൂജയ്ക്കായി അടുത്ത മാസം 2 നട തുറന്ന് 3 രാവിലെ 5:40 6:20 മധ്യേ നിറപുത്തിരി പൂജ നടക്കും. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ തീരുമാനം. നിതിൻ രാജിന്റെ കുടുംബം മന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ട് നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് അറിയിച്ചിരുന്നു. അതിനിടെ ഇന്നലെ അറസ്റ്റിലായ അധ്യാപകൻ ഡോക്ടർ MK റാമിനെ പോലീസിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി തലശ്ശേരി സെഷൻസ് കോടതി വിട്ടയച്ചു.
ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൺ റെഡിനെസ്സിന് കൊച്ചിയിൽ തുടക്കമായി. 4 ദിവസത്തെ പരിശീലന പരിപാടിയിൽ 26 രാജ്യങ്ങളിൽ നിന്നായി 254 പ്രതിനിധികൾ പങ്കെടുക്കും. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം തുടങ്ങിയവയിലാണ് പരിശീലനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. സിക്കിമിലെ നാംചി ജില്ലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കത്തിലുണ്ടായ അപകടത്തിൽപ്പെട്ടവർക്കായുള്ള രക്ഷാപ്രവർത്തനം ഊർജിതം. ഇതുവരെ 9 മൃതദേഹങ്ങൾ പുറത്തെടുത്തതായി പോലീസ് അറിയിച്ചു. 25ഓളം പേർ ഇനിയും കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിക്കിം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ സഹായവും ഉറപ്പു നൽകി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ 1ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഇന്ന് സംസ്ഥാനത്തുടനീളം വിപുലമായ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കും. VSന്റെ ആലപ്പുഴയിലെ വീട്ടുമുറ്റത്ത് സ്ഥാപിച്ച അർദ്ധകായ പ്രതിമ പത്നി വസുമതിയും മകൻ അരുൺകുമാറും ചേർന്ന് അനാച്ഛാദനം ചെയ്തു. VS അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് നടക്കുന്ന റാലിയും പൊതുസമ്മേളനവും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് കർക്കടക മാസാചരണത്തോടനുബന്ധിച്ച് നാലമ്പല ദർശനം തുടരുന്നു. രാമായണ മാസാചരണത്തിലെ നാലമ്പല തീർത്ഥാടനത്തിന് ദിനംപ്രതി നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേരുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. ശ്രീരാമനെയും അദ്ദേഹത്തിന്റെ സഹോദരന്മാരായ ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന 4 ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നതിനെയാണ് നാലമ്പല ദർശനം എന്ന് പറയുന്നത്. ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളാണിവയെന്നാണ് വിശ്വസിക്കുന്നത്. തൃപ്രയാറിൽ ശ്രീരാമനും ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ത്യാഗത്തിന്റെ പ്രതീകമായ ഭരതനും ലക്ഷ്മണന്റെ വിഗ്രഹം തിരുമൂഴിക്കുളത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പായമ്മൽ ശത്രുഘ്നൻ കൃതജ്ഞതയുടെയും വിനയത്തിന്റെയും അടയാളവുമായി നിലകൊള്ളുന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി, മൂന്നാറിന് പുറമെ കട്ടപ്പന, കല്യാണത്തണ്ടിലും കുറിഞ്ഞിപ്പൂക്കൾ പൂത്തു. നീലക്കുറിഞ്ഞിയുടെ വകഭേദമായ കാട്ടുകുറിഞ്ഞിയാണ് കല്യാണത്തണ്ട് മലനിരകളിൽ പൂവിട്ടു തുടങ്ങിയത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. കട്ടപ്പന, കല്യാണത്തണ്ട്, നിർമ്മല സിറ്റി, വാഴവര, കാൽവരി മൗണ്ട് മേഖലകളിലെ പുൽമേടുകളിലാണ് കുറിഞ്ഞിപ്പൂക്കൾ മുട്ടിട്ട് തുടങ്ങിയത്. ഇടുക്കി ജലാശയത്തിന്റെ മനോഹരമായ പശ്ചാത്തലവും തണുത്ത കാറ്റും ഒപ്പം കുറിഞ്ഞി വസന്തവും കൂടിയാകുമ്പോൾ കല്യാണത്തണ്ട് സഞ്ചാരികൾക്കൊരു സ്വർഗീയ പ്രതീതിയാകും സമ്മാനിക്കുക. നിലവിൽ വാഴവര, കൗന്തി മലനിരകളിലെ വിവിധ ഭാഗങ്ങളിലാണ് കുറിഞ്ഞികൾ കൂടുതൽ പൂവിട്ടിരിക്കുന്നത്. എന്നാൽ കാട്ടാനകളുടെ സാന്നിധ്യമുള്ളതിനാൽ മേഖലയിലേക്ക് എത്തുന്ന സഞ്ചാരികൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കോട്ടയം പാലാ നഗരസഭ അധ്യക്ഷ ദിയ ബിനുവിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം പാസായി. ഇതോടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയ്ക്ക് സ്ഥാനം നഷ്ടമായി. അങ്കണം ഷംസുദ്ദീൻ സ്മൃതി സാംസ്കാരിക വേദിയുടെ വിശിഷ്ട സാഹിതി സേവാ പുരസ്കാരം എഴുത്തുകാരൻ വൈശാഖന്. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുരസ്കാരം സമ്മാനിച്ചു. രാജൻ ജെ പല്ലൻ MLA, PV കൃഷ്ണൻ നായർ, അശോകൻ ചിരുവിൽ, N ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 229 പോയിന്റ് ഇടിഞ്ഞ് 77,479-ലും നിഫ്റ്റി 62 പോയിന്റ് നഷ്ടത്തിൽ 24,175-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 560 രൂപ കൂടി 1,05,760-ഉം ഗ്രാമിന് 13,220 രൂപയുമാണ് ഇന്നത്തെ വില. കാസർഗോഡ് ചീമേനിയിൽ ആണവ നിലയം പണിയാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ചീമേനിയിലെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട മാധ്യമ റിപ്പോർട്ടുകളിൽ പ്രദേശവാസികൾ ആശങ്ക അറിയിച്ചതിനെ തുടർന്നാണ് മന്ത്രിയുടെ വിശദീകരണം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്നു. മാസിഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ നിർവഹിക്കും. വയനാട്ടിൽ വീണ്ടും ഷിഗല്ല സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ മന്ത്രി T സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. കർക്കടക മാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്നടയ്ക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.